ഇന്നത്തെ റെസിപ്പി ഒരു മോമോസിൻ്റെ റെസിപ്പിയാണ്. മോമോസ് എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ ഇതൊരു അഫ്ഗാനി മോമോസാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്, നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ആദ്യം മോമോസ് റെഡിയാക്കി എടുക്കട്ടെ. അതിന് വേണ്ട മാവ് കുഴച്ചെടുക്കാം. ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ ഇത്. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കട്ടെ. അപ്പോഴേക്കും ഒരു ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പം പനീറിൻ്റെ ഫില്ലിംഗ് ആണ് എടുക്കുന്നത്. ഗ്രേറ്റർ പനീർ എടുത്തിട്ടുണ്ട്. ഒരു 200 ഗ്രാമാണ് എടുത്തത്. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതേപോലെ ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. വലുതാണെങ്കിൽ പകുതി മതി കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ സോയ സോസ്, 1 ടീസ്പൂൺ ചില്ലി സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കട്ടോ. ഇത് ചെറിയ ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ പരത്തിയെടുക്കട്ടെ. ഇത് ഒന്നിച്ച് പരത്തിയിട്ട് കട്ട് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ എടുക്കട്ടോ. ഏതാ എളുപ്പം വെച്ചാൽ അതേ രീതിയിൽ ചെയ്യട്ടോ. എന്നിട്ട് സാധാരണ നമ്മൾ മോമോസൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയെടുക്കണം. ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ് ഫ്രൈ ആണെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ. ഞാനിപ്പോൾ ആദ്യം ആവിയിൽ വേവിച്ചിട്ട് പിന്നെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പാനിൽ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണേ. ഇങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റും കൂടും, ഹെൽത്തി ആയിരിക്കും കേട്ടോ. ഇനി അതേ പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ കൂടെ ബട്ടർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണേ. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പം ഒരു സവാള, മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കാം. ഈ സവാള ഒന്ന് അധിക സമയം വെച്ച് കൊടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ ഇതിലേക്കൊരു പകുതി ക്യാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മോമോസിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്ന റെഡ് ചട്നി ഇല്ല, അതാണ് കേട്ടോ. അതും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, കുറച്ചൊരു ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കൊരു 3/4 ടീസ്പൂൺ ചാട്ട് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കട്ടോ. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മോമോസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. കുറച്ചൊരു മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ പണി. എപ്പോഴെങ്കിലുമൊക്കെ മോമോസ് ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.